എന്താണ് ഒരു സെക്സ് എഫ്യൂക്കേറ്ററുടെ ബിരുദവും പരിശീലനവും? മിനിമം 500 സ്ത്രീകളുമായിട്ടെങ്കിലും സെക്സ് ചെയ്യുന്നതാണോ ഡിഗ്രിക്ക് പ്രാക്ടിക്കൽ? വല്ലാത്ത ചാനൽ. കൂലിപ്പണിക്ക് പൊക്കൂടെ ഇവനൊക്കെ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങളിൽ പലരും എൻ്റെ അടുക്കെ അസഭ്യം പറഞ്ഞും തെറി വിളിച്ചും ചോദ്യങ്ങളിലൂടെയും ഒക്കെ പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ സെക്സിനെ പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളിലുള്ള എൻ്റെ യോഗ്യതയും പരിജ്ഞാനവും ഒക്കെ എന്താണ് എന്ന്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഡോക്ടർ അനിതാ മണി എന്ന പേരുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ദൈർഘ്യം കുറച്ച് കൂടുതലാണ് എന്നെനിക്കറിയാം, എങ്കിലും പരമാവധി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഡോക്ടർ അനിതാ മണിയെ വിമർശിച്ചുകൊണ്ട് ചെയ്ത വീഡിയോകൾ എനിക്ക് അവരോട് എന്തെങ്കിലും വ്യക്തിവിരോധമുള്ളത് കൊണ്ടോ ഡോക്ടർമാരെ അപകീർത്തിപ്പെടുത്തി പൈസ ഉണ്ടാക്കുന്ന എൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നും ചെയ്ത വീഡിയോകളല്ല. കേരളത്തിൽ ലൈംഗികതയെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്ന 99% ഡോക്ടർമാർ, അതായത് ഈ സെക്സിനെ പറ്റി ഡയലോഗ് അടിക്കുന്ന യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ ലൈംഗിക വിദ്യാഭ്യാസത്തിൽ യാതൊരു പരിജ്ഞാനവുമില്ലാതെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ള വസ്തുത ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത വീഡിയോകളാണ്. കാരണം ഇവരെ പോലെയുള്ള MBBS MD ഒക്കെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാക്കുകൾ കാരണം, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യാജ ഡോക്ടർമാർ കാരണം ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരാരും തന്നെ തങ്ങൾക്ക് പറ്റിയ അബദ്ധവും നേരിട്ട സെക്സ് ചികിത്സാ തട്ടിപ്പും ഒന്നും പുറത്തു പറയാത്തത് നാണക്കേട് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരു കാലത്ത് കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലെയുള്ള തള്ളു ഡോക്ടർമാർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. അത് നാളെ എൻ്റെ ചാനലിൽ വീണ്ടും എന്ത് പ്രതിസന്ധി നേരിട്ടാലും ഞാനത് തുടരുകയും ചെയ്യും. സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരും പറഞ്ഞ് ലക്ഷക്കണക്കിന് ജനങ്ങളെ, പ്രത്യേകിച്ചും യുവജനങ്ങളെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഡോക്ടർ അനിതാ മണി. ഇവർ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ് ലൈംഗികതയിൽ പ്രചരിപ്പിക്കുന്ന കപടശാസ്ത്രം വിവോക്സ് പലതവണ തെളിവ് സഹിതം ജനങ്ങൾക്ക് തുറന്നു കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഇവർ ഈ വീഡിയോകളിലൂടെ കപടശാസ്ത്രം തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഡോക്ടർ അനിതാ മണി സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ കേൾക്കുന്നവന് മനസ്സിലാകാത്തത് ഇവർ ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും തള്ളാണ് എന്നുള്ള വസ്തുതയാണ്. ലൈംഗികതയെപ്പറ്റി സംസാരിക്കുന്ന ഒരു ഡോക്ടറിന് അത്യാവശ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. അത് ഡോക്ടർ അനിതാ മണിക്കില്ല എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നുമൊക്കെ വളരെ വ്യക്തമാണ്. നിങ്ങൾ പഠിക്കാത്ത ഒരു വിഷയത്തെപ്പറ്റി ഡിഗ്രിയുടെ ബലത്തിൽ മാത്രം ശിഷ്ടകാലം മൊത്തം തള്ളി ജീവിക്കാൻ അനുവദിക്കുന്ന അപൂർവം ചില തൊഴിലുകളിൽ ഒന്നാണ് ഈ ഡോക്ടർമാരുടെ ജോലി. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആകണം. കൊള്ളാവുന്ന ടെക് കമ്പനികളിൽ നിങ്ങൾക്കൊരു എഞ്ചിനീയറായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കിട്ടിയ ആ ജോലി നിലനിർത്തണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ നേടിയെടുത്ത ആ ഡിഗ്രി കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. കാരണം ആ കമ്പനികൾക്ക് ആവശ്യം നിങ്ങൾക്ക് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സാണ്. ഇവിടെയാണ് ഒരു ഡോക്ടറിൻ്റെ ജോലിയും മറ്റ് പല വൈറ്റ് കോളർ ജോലികളും തമ്മിലുള്ള ഒരു അടിസ്ഥാന വ്യത്യാസം. ജനങ്ങൾ ഡോക്ടർമാരുടെ കഴിവിനെ അളക്കുന്നത് ഈ ടെക് കമ്പനികൾ എഞ്ചിനീയർമാരുടെ കഴിവിനെ വിലയിരുത്തുന്നത് പോലെ അവർ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു പരിജ്ഞാനത്തിലല്ല, മറിച്ച് ആ ഡോക്ടർ പണ്ടങ്ങോ നേടിയെടുത്ത ഒരു ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ചോദിക്കുന്നത് ഇതൊക്കെ പറയാൻ നിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന്. ഈ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് ആധുനിക തൊഴിൽ മേഖലയിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഇപ്പോഴുമില്ല. ഈ ഒരു ചിന്താഗതി സത്യത്തിൽ ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്. കാരണം ഒരു ഡോക്ടറിന് വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു മെഡിക്കൽ ലൈസൻസ് അവർ പഠിച്ചെടുത്ത ആ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒക്കെ യാതൊരു പ്രത്യാഘാതവും നേരിടാതെ മരണം വരെ ഡോക്ടറായിട്ട് തുടരുകയും ചെയ്യും. ഈ ഒരു ആനുകൂല്യം, ആവർത്തിച്ച് വിഡ്ഢിത്തം വിളിച്ച് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ആനുകൂല്യം വേറെ ഒരു പ്രൊഫഷനുമില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളോടൊരു ഡോക്ടർ തന്നെ പറഞ്ഞാലേ വിശ്വാസമാകത്തുള്ളെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ, പല മലയാളികൾക്കും സുപരിചിതനായ, ലൈംഗികതയിൽ പത്മശ്രീ നേടിയ ഏക വ്യക്തിയും കൂടിയായ ഡോക്ടർ പ്രകാശ് കൊത്താരി ലൈംഗിക വിദ്യാഭ്യാസമില്ലാത്ത തള്ളു ഡോക്ടർമാരെ പറ്റി എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വലിയ വലിയ മെഡിക്കൽ കോൺഫറൻസുകളിലൊക്കെ ടൈയും കെട്ടി വന്നിരുന്ന് ഊളത്തരങ്ങൾ വിളിച്ചു പറയും. ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും ആൻഡ്രോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും ലൈംഗികതയെപ്പറ്റി ഒന്നും തന്നെ പഠിക്കുന്നില്ല. ഡോക്ടർമാർ പഠിക്കുന്നത് രോഗങ്ങളെ പറ്റിയാണ്. ചിലപ്പോഴൊക്കെ ഈ ഡോക്ടർമാരുടെ കൂടെ PhDക്കും മറ്റും റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളെയും കാണാം. അവരുടെ കാര്യമാണ് അതിലും കഷ്ടം. ഈ ഡോക്ടർമാർക്കോ ലൈംഗികതയെപ്പറ്റി ഒരു ചുക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ കീഴിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഞാൻ ഇതുവരെ ഇതൊന്നും പുറത്തു പറയാതിരുന്നത് സ്വന്തം കൊളീഗ്സിനെ പറ്റി കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. ഈ അമേരിക്കയിലും UK ഒക്കെ പഠിക്കുകയും ട്രെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർമാർ കേരളത്തിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് കപടശാസ്ത്രം പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് കഴുതകൾ കാബൂളിൽ മാത്രമല്ല ഉള്ളത് എന്നാണ്.
ഞാൻ പത്മശ്രീ ഡോക്ടർ പ്രകാശ് കൊത്താരിയുമായിട്ട് ചെയ്ത ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ആ റെസ്റ്റോറൻറ്റിലെ ഷെഫിന് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്നത് കൊണ്ടാണോ, അതോ ആ ഷെഫിന് ഭക്ഷ്യവിഷബാധയിൽ PhD ഉള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും ഭക്ഷ്യവിഷബാധയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ ജനങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നത് നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു തിരിച്ചറിവാണ് ലൈംഗികതയിലും ആവശ്യമായിട്ടുള്ളത്. ലൈംഗികത എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അത് നല്ല ഭക്ഷണം പോലെ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പം ലൈംഗിക വിദ്യാഭ്യാസമില്ലാതെ രോഗങ്ങളെപ്പറ്റി മാത്രം പരിജ്ഞാനമുള്ള ഒരു മെഡിക്കൽ ഡോക്ടറിന് ലൈംഗികതയെപ്പറ്റി സംസാരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് സാരം. ഇനി ഇതൊക്കെ പറയാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കുറച്ച് നാൾ മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട ഏകദേശം 70 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സദാചാര അമ്മാവൻ ചോദിച്ചതുപോലെ മിനിമം 500 സ്ത്രീകളുമായിട്ടെങ്കിലും സെക്സ് ചെയ്യുന്നതാണോ ഒരു സെക്സ് എഡ്യൂക്കേറ്ററുടെ ഡിഗ്രിക്ക് പ്രാക്ടിക്കൽ? നല്ല പ്രായത്തിൽ സെക്സിനെ പറ്റി ശരിയായ അറിവ് നേടിയില്ലെങ്കിൽ വയസ്സാം കാലത്ത് കുഴിയിലോട്ടെടുക്കുമ്പോഴും മനസ്സ് നിറയെ ഇതുപോലുള്ള ചീഞ്ഞ ചിന്തകളായിരിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ സദാചാര അമ്മാവൻ്റെ കമൻറ്റ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. എന്താണ് സെക്സിനെ പറ്റി സംസാരിക്കാനുള്ള എൻ്റെ കഴിവും ക്വാളിഫിക്കേഷനും ഒക്കെ? ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സെക്സിനെ പറ്റി അറിവുകൾ നൽകുക എന്നുള്ളതല്ല, മറിച്ച് നിലനിൽക്കുന്ന അറിവുകൾ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തുക എന്നുള്ളതാണ്. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കെട്ടുകഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ് സെക്സ്. ചത്തുപോയ മനുഷ്യർ 200, 300, 1000, 2000 കൊല്ലം മുമ്പ് പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടും സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ സൃഷ്ടിച്ച കെട്ടുകഥകളാണ് ഇപ്പോഴും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പോലും നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സ്ത്രീകളുടെ കന്യാചർമ്മത്തെ പറ്റിയുള്ള കെട്ടുകഥ. ഒട്ടുമിക്ക മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലും കൊടുത്തിരിക്കുന്ന ഈ കന്യാചർമ്മത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള നിർവചനം, എ ടിഷ്യൂ ദാറ്റ് പാർഷ്യലി കവേഴ്സ് ദ എക്സ്റ്റേണൽ വെജിനൽ ഓപ്പണിംഗ് ഇൻ സം വിമൻ എന്ന് പറയുന്ന ആ നിർവചനം, ഇത് നൂറ്റാണ്ടുകളായിട്ട് പുരുഷ മേധാവിത്വ സമൂഹവും മതവിശ്വാസങ്ങളും ഒക്കെ സ്ത്രീകളുടെ ലൈംഗികതയെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച ആ കെട്ടുകഥയെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു നിർവചനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കല്യാണത്തിന് മുമ്പ് ഒരു ശാരീരിക ബന്ധത്തിലോ സ്പോർട്സ് പോലെയുള്ള കായിക പ്രവൃത്തികളിലോ ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ കന്യാചർമ്മം പൊട്ടിനശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് സമൂഹം പഠിപ്പിക്കുന്ന ആ കെട്ടുകഥയെ ശരിവെക്കുന്ന ഒരു നിർവചനം. കാരണം ഒട്ടുമിക്ക സ്ത്രീകളുടെയും കന്യാചർമ്മത്തിൻ്റെ ആകൃതിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ് ബഹുഭൂരിഭാഗം സ്ത്രീകളുടെയും കന്യാചർമ്മത്തിൻ്റെ ശരിയായ ആകൃതി എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈംഗികതയെപ്പറ്റി ജനങ്ങൾക്ക് ശരിയായ അറിവ് നൽകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ഈ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന അറിവുകൾ കാണാതെ പഠിക്കാനുള്ള ഒരു കഴിവല്ല, മറിച്ച് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെയുള്ള കെട്ടുകഥകൾ ഈ 21ാം നൂറ്റാണ്ടിലും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നിലനിർത്തിക്കൊണ്ടുപോരുന്നത് എന്ന് ചോദിക്കുവാനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തുവാനുമുള്ള കഴിവാണ്. നിർഭാഗ്യവശാൽ ഈ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഏകദേശം 80% ഇപ്പോഴും കാണാതെ പഠിത്തം തന്നെയാണ്. ഈ ഡോക്ടർമാരാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്ന കാലഹരണപ്പെട്ട അറിവുകൾ, ഈ എൻസൈംസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും അനാറ്റമിക്കൽ സ്ട്രക്ചറിൻ്റെയും ഒക്കെ പേര് കാണാതെ പഠിക്കുന്നത് പോലെ വിമർശന ബുദ്ധി ഉപയോഗിക്കാതെ കാണാതെ പഠിക്കും. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ഡോക്ടർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, അങ്ങനെയല്ല എന്ന്. അപ്പോൾ ഇവിടെ ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ട അടിസ്ഥാന കഴിവുകളിലൊന്ന് എന്ന് പറയുന്നത് വിമർശന ബുദ്ധിയാണ്. അതിനോടൊപ്പം തന്നെ വേണ്ട 2 കഴിവുകളും കൂടെയുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു പ്രാവീണ്യവും സെക്സിൻ്റെ ചരിത്രത്തെ പറ്റിയുള്ള സമഗ്രമായിട്ടുള്ള അറിവും. കാരണം ഈ 2 കഴിവുകളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ സെക്സിനെ പറ്റി നിലനിർത്തിക്കൊണ്ടുപോരുന്ന കെട്ടുകഥകൾ അത് കെട്ടുകഥകളായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് പറഞ്ഞ ആ കന്യാചർമ്മത്തിൻ്റെ ബഹുഭൂരിഭാഗം സ്ത്രീകളിലുമുള്ള ശരിയായ ആകൃതിയെ പറ്റിയുള്ള ആ സത്യം നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു പ്രാവീണ്യത്തോടൊപ്പം തന്നെ സെക്സിൻ്റെ ചരിത്രത്തെ പറ്റിയുള്ള ഒരു സമഗ്രമായിട്ടുള്ള അറിവും കൂടെ വളരെ ആവശ്യമാണ്. നമുക്കറിയാം ഡോക്ടർമാർ ഈ മരുന്നുകൾക്ക് കുറിച്ച് തരുന്ന മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ അത് സാധാരണ ജനങ്ങൾക്ക് വായിച്ചാൽ ഒന്നും തന്നെ മനസ്സിലാകത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ഡോക്ടർമാർ ഈ സെക്സിനെ പറ്റി പറയുന്ന കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ നടക്കുന്ന തട്ടിപ്പുകളും. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിശീലനം കൂടെ വേണം. അപ്പോൾ ഇവിടെ ലൈംഗിക വിദ്യാഭ്യാസം നൽകുവാൻ വേണ്ട 3 അടിസ്ഥാന കഴിവുകൾ: 1, ചോദ്യങ്ങൾ ചോദിച്ച് സത്യത്തെ കെട്ടുകഥകളിൽ നിന്നും വേർതിരിക്കാൻ വേണ്ട വിമർശന ബുദ്ധി; 2, ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു പ്രാവീണ്യം; 3, സെക്സിനെ പറ്റി സ്വയം വായിച്ചു മനസ്സിലാക്കി സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശീലനം. ഇത് 3ഉം ഡോക്ടർമാരുടെ കഴിവുകളല്ല, പത്രപ്രവർത്തകരുടെ സ്കില്ലുകളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ജേർണലിസം സ്കൂളുകളിലൊന്നായ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ നിന്നും പഠിച്ചിറങ്ങിയതിന് ശേഷം 2 പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങളായ ദ ഹിന്ദുവിലും ഇന്ത്യ ടുഡേ ഗ്രൂപ്പിലുമൊക്കെ സത്യത്തെ കള്ളവാർത്തയിൽ നിന്നും വേർതിരിച്ച് ജനങ്ങൾക്ക് ശരിയായ അറിവ് നൽകുന്ന എഡിറ്ററായിട്ടും കപടശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന തള്ളു ഡോക്ടർമാരെ തെളിവ് സഹിതം ജനങ്ങൾക്ക് തുറന്നു കാണിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിട്ടുമൊക്കെ electrodes on his fingertips and gave mild shocks. ഏകദേശം 20 കൊല്ലത്തോളം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ.
ഞാൻ ഒരു സെക്സ് എഡ്യൂക്കേറ്റർ ആകാൻ തീരുമാനിച്ചത് എൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ഒരു തകർച്ചയെ തുടർന്നും ആ തകർച്ചയ്ക്ക് പിന്നിൽ ഒരു വലിയ പങ്ക് വഹിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ പ്രമുഖരായിട്ടുള്ള തള്ളു ഡോക്ടർമാരും കാരണമാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് നമ്മളുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാർക്കും ഡോക്ടർ പ്രകാശ് കൊത്താരി പറഞ്ഞതുപോലെ ലൈംഗികതയെ പറ്റിയോ ലൈംഗിക പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും ഒരു പിണ്ണാക്കും അറിഞ്ഞുകൂടാ എന്നുള്ള സത്യം. പക്ഷേ ഇതവർ സമ്മതിക്കത്തുമില്ല. കാരണം ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് വളരെ നാണക്കേടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവർ പഠിച്ച MBBSൻ്റെയും MDയുടെയും ബലത്തിലങ്ങ് തള്ളും. അത് കേട്ടിരിക്കുന്ന ജനത്തിലൊട്ട് മനസ്സിലാകത്തുമില്ല. കാരണം അവനെ സംബന്ധിച്ചും ഡോക്ടർമാർക്ക് MBBSും MDയും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം അറിയാമെന്നുള്ള ഒരു ധാരണയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അനിതാമണിയെ പോലെയുള്ള ഗൈനക്കോളജിസ്റ്റുമാർ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ പേരും പറഞ്ഞ് ആവർത്തിച്ച് കപടശാസ്ത്രം പ്രചരിപ്പിച്ചിട്ടും ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും അവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത്. ഞാൻ പോലും ഒരു ജേർണലിസ്റ്റായിട്ട് ഇത് തിരിച്ചറിഞ്ഞത് ഏകദേശം 4 കൊല്ലത്തോളം ഇവരെ പോലെയുള്ള തള്ളു ഡോക്ടർമാരുടെ സെക്സ് ചികിത്സാ തട്ടിപ്പിന് ഇരയായതിനു ശേഷം മാത്രമാണ്. വെറും അരമുക്കാൽ മണിക്കൂർ നേരത്തെ കൗൺസിലിങ്ങിലൂടെ മാത്രം നിഷ്പ്രയാസം പരിഹരിക്കാൻ പറ്റുമായിരുന്ന എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആവശ്യമില്ലാതെ മരുന്ന് എഴുതിയും ഇഞ്ചക്ഷൻ എടുത്തും സർജറി ചെയ്തും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മയക്കിക്കടത്തിയുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ നടത്തിയും ഒക്കെ കുളമാക്കി തന്നത് ഇവരെ പോലെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യാജ ഡോക്ടർമാർ ചേർന്നാണ്. എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഞാൻ ഇന്നേ വരെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത അമേരിക്കയിലെ പ്രസിദ്ധനായ ഹാർവേർഡ് ട്രെയിൻ സെക്സ് തെറാപ്പിസ്റ്റായ ഡോക്ടർ ലോറൻസ് ഐസാങ്ക് ആണ്. അദ്ദേഹം 1998 പ്രോൺ മാസ്റ്റർബേഷൻ എന്ന ലൈംഗിക പ്രശ്നത്തെപ്പറ്റി നടത്തിയ ഒരു പഠനം ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് ഇന്റർനെറ്റിൽ വായിക്കാനിടയാവുകയും അതേ തുടർന്ന് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും വെറും അരമുക്കാൽ മണിക്കൂർ നേരത്തെ കൗൺസിലിങ്ങിലൂടെ മാത്രം ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ട ലൈംഗിക പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കുകയും ചെയ്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഡോക്ടറുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള സത്യം. അവിടെ വേണ്ടത് ശരിയായ അറിവും ഒരു കൗൺസിലിങ്ങും മാത്രം മതി. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എൻ്റെ ജീവിതത്തിൽ ഏകദേശം 17 കൊല്ലം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. എൻ്റെ ദാമ്പത്യ ജീവിതം എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. പക്ഷേ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ അവസ്ഥ നാളെ കേരളത്തിൽ ഒരുത്തനും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം. കഴിഞ്ഞ 17 കൊല്ലത്തിലേറെയായി ഞാൻ ഈ ലൈംഗികത എന്ന് പറയുന്ന മേഖലയിൽ എഴുതുകയും വായിക്കുകയും സംസാരിക്കുകയും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 2015 ഞാൻ ഡൽഹിയിൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലൈംഗികതയിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനുള്ള ലിഖോ അവാർഡ്സ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ ഒരു മേഖലയിലെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി സർക്കാരിൻ്റെയും ലൈംഗിക അവകാശ സംഘടനകളുടെയും വിദേശ മാധ്യമങ്ങളുടെയും ഒക്കെ പ്രശംസയും അംഗീകാരവും ഒക്കെ നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പുമായിട്ടും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായിട്ടും ഒക്കെ ചേർന്ന് മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലും യുവജനങ്ങൾക്കുമൊക്കെയായിട്ട് ലൈംഗിക വിദ്യാഭ്യാസത്തെ പറ്റിയും ഇമോഷണൽ ഇൻ്റലിജൻസിനെ പറ്റിയും ഒക്കെ ക്ലാസ്സുകൾ എടുക്കുകയും ദമ്പതികൾക്കും സ്കൂൾ കൗൺസിലേഴ്സിനും ഒക്കെ കൗൺസിലിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നൽകുന്ന ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. ലൈംഗികതയിൽ ജനങ്ങൾക്ക് ശരിയായ അറിവ് നൽകുന്നതിന് നിങ്ങൾക്ക് ലൈംഗികതയിൽ PhD നേടേണ്ട ആവശ്യമൊന്നുമില്ല. ആ ലൈംഗികത എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള മുൻവിധികളോ പക്ഷപാതമോ ഒന്നുമില്ലാത്ത പരിജ്ഞാനവും തിരിച്ചറിവും മാത്രം മതി. 3-ാം നൂറ്റാണ്ടിൽ വത്സ്യായന മഹർഷി സമാഹരിച്ച കാമസൂത്രത്തിന് ആധുനിക സെക്സ് സയൻസിൽ ഇന്നും വളരെയധികം പ്രാധാന്യമുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ വത്സ്യായന മഹർഷിക്ക് MBBSോ MDയോ ലൈംഗികതയിൽ PhD ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹം ഒരു വ്യക്തിയുടെ കഴിവിനെ അളക്കുന്നത് അവൻ്റെ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഞാൻ 3 കൊല്ലം മുമ്പ് ഡൽഹിയിൽ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിൽ കോഴ്സുകൾ നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് മിനിസ്ട്രിയുമായിട്ടുമൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന താർഷി എന്ന് വിളിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കോഴ്സ് എക്സലൻസിൽ പാസ്സാവുകയും ചെയ്തു. ഇന്ത്യയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളെ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസത്തിൽ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് താർഷി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു മേഖലയിലെ എൻ്റെ യോഗ്യതയായിട്ട് ഞാൻ കാണുന്നത് ഇതൊന്നുമല്ല. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള ഒരു പറ്റം സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളാണ്. മണിക്കൂറിൽ 20,000 മുതൽ 40,000 രൂപ വരെ ഫീസ് ചാർജ് ചെയ്യുന്ന ഈ വ്യക്തികൾ വിവോക്സിൽ വന്ന് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ യോഗ്യത. കാരണം അവരുമായിട്ടുള്ള ആ നിരന്തര സംഭാഷണത്തിലൂടെ ഞാനും നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ യോഗ്യത. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും സഹായം ആവശ്യമില്ല. അവിടെ വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിങ്ങും മാത്രം മതി. അതിനെപ്പറ്റി സംസാരിക്കാനുള്ള എല്ലാ യോഗ്യതയും കേരളത്തിലെ 99% ഡോക്ടർമാരെക്കാട്ടിലും എനിക്കുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം വിലക്കിയിട്ടുള്ളതും വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ചെയ്യുന്നത് ദോഷകരവും അസന്മാർഗികവുമാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളതുമായ മെഡിക്കൽ തട്ടിപ്പുകളാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ഒട്ടുമിക്ക സെക്സ് ഡോക്ടർമാരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ട ഒരു വ്യക്തി എന്നോട് ചോദിച്ചത് അങ്ങനെ ചെയ്യാൻ ഈ ഡോക്ടർമാരൊക്കെ വിഡ്ഢികളാണോ എന്നാണ്. ഇതിന് മറുപടിയായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു മറുചോദ്യമേ ചോദിക്കാനുള്ളൂ.
എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബാൻ ചെയ്ത വെർജിനിറ്റി ടെസ്റ്റിംഗ് പോലെയുള്ള മെഡിക്കൽ തട്ടിപ്പുകൾ കേരളത്തിലെ ഡോക്ടർമാർ ഇന്നും സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോരുന്നത്? 2015 എനിക്ക് ലൈംഗികതയിൽ ലഭിച്ച മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനുള്ള അവാർഡ് ഡൽഹിയിലെ ഒരുപറ്റം പ്രമുഖ ഡോക്ടർമാർ ഷോക്ക് അടിപ്പിച്ച് ആളുകളുടെ ലൈംഗിക ആഭിമുഖ്യം മാറ്റുന്ന തട്ടിപ്പ് ചികിത്സ പുറത്തു കൊണ്ടുവന്നതിനായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഡോക്ടർമാർ ചെയ്യുന്നത് അവർ വിഡ്ഢികളായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞങ്ങൾ വൈദ്യശാസ്ത്രത്തിൻ്റെ പേരിൽ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒന്നും ഇവിടെ ഒരുത്തനുമില്ല ചോദിക്കാനും പറയാനും എന്നുള്ള അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ഇതെനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യവും കൂടെയാണ്. 17 കൊല്ലം മുമ്പ് തട്ടിപ്പ് ചികിത്സ നടത്തി എൻ്റെ ദാമ്പത്യ ബന്ധം കുളമാക്കിയ MBBSും MDയും ഒക്കെയുള്ള തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഡോക്ടറോട് ഞാനത് ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ എൻ്റെ അടുക്ക പറഞ്ഞത്, നീ വലിയ പത്രപ്രവർത്തകനല്ലേ, നിനക്ക് ധൈര്യം ഉണ്ടായി കൊണ്ടുപോയി കേസ് കൊടുക്കടാമെന്ന്. അന്ന് കേസ് കൊടുക്കാൻ പോയിട്ട് എനിക്ക് പറ്റിയ അബദ്ധം, നാണക്കേട് കാരണം പുറത്തു പറയാനുള്ളൊരു ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. ഇത് ഈ ഡോക്ടർമാർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ തട്ടിപ്പ് ചികിത്സയുമായിട്ട് യാതൊരു പ്രത്യാഘാതവും നേരിടാതെ തന്നെ മുമ്പോട്ട് പോകുന്നത്. ഇവരുടെ ഈ ഒരു മനോഭാവത്തിൽ ഏകദേശം 2 ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും യാതൊരു മാറ്റവുമില്ല എന്നുള്ളത് എന്നെ ഫോണിൽ വിളിക്കുന്ന, വളരെ വിഷമത്തോടുകൂടെ പരാതി പറയുന്ന ചെറുപ്പക്കാരുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ആവശ്യമില്ലാതെ മരുന്നുകൾ എഴുതിയും സർജറി ചെയ്തും ആളുകളുടെ ലൈംഗിക ശേഷി തന്നെ ഇല്ലാതാക്കിയ യൂറോളജിസ്റ്റുമാർ, സ്ത്രീകളുടെ ലൈംഗിക ബുദ്ധിമുട്ടായ വെജിനസ്മസ് പരിഹരിക്കുന്നതിന് വേണ്ടി കള്ളു കുടിച്ച് സെക്സിൽ ഏർപ്പെടാൻ നിർദ്ദേശിച്ച ഗൈനക്കോളജിസ്റ്റുമാർ, പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക ബുദ്ധിമുട്ടിന് കാരണം കണ്ടുപിടിക്കാൻ സാധിക്കാതെ ഗേ ആണ് എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്ത് ദാമ്പത്യ ബന്ധം തന്നെ ഇല്ലാതാക്കിയ സൈക്യാട്രിസ്റ്റുമാർ എന്ന് തുടങ്ങി സെക്സ് ചികിത്സാ തട്ടിപ്പിന് ഇരയായ വ്യക്തികളുടെ ഒരു നീണ്ട നിര തന്നെ തെളിവ് സഹിതം എൻ്റെ പക്കലുണ്ട്. ഈ പറഞ്ഞ ഡോക്ടർമാരെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമാണ്. ഇവരുടെ പേരും നാളും ഒന്നും ഞാൻ ഇന്നിവിടെ പറയാത്തത് പേടിച്ചിട്ടല്ല, ഇന്ന് അതിനുള്ള ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഡോക്ടർ അനിതാമണി ഈ വീഡിയോ കാണുവാൻ ഇടയാവുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ കൊളീഗ് 17 കൊല്ലം മുമ്പ് എന്നെ വെല്ലുവിളിച്ചതുപോലെ ഞാൻ ഇന്ന് നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഡോക്ടർ അനിതാമണി, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സെക്സിനെ പറ്റി ഒരു പൊതുവേദിയിൽ സംവാദത്തിന് വരാൻ? നമ്മൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളുടെ സത്യം ഇന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നോളജി ജനങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. അവർ തീരുമാനിക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിലുള്ള ഒരു പരിജ്ഞാനം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന്. അല്ലാതെ സ്റ്റുഡിയോയിലിരുന്ന് ഈ കുണ്ടിയും കൈമുട്ടും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ പാടില്ലാത്ത അപ്പാവികളായിട്ടുള്ള ആങ്കർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞല്ല നിങ്ങൾ നിങ്ങളുടെ മിടുക്ക് തെളിയിക്കേണ്ടത്. സംവാദത്തിൻ്റെ സമയവും സന്ദർഭവും ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്താ ഡോക്ടർ അനിതാമണിക്ക് ധൈര്യമുണ്ടോ? So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.